ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളായി ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഹോം ടൂർ എന്ന് പറഞ്ഞാൽ ജോബിൻ ചേട്ടൻ്റെ 70 വർഷം പഴക്കമുള്ള തറവാടിൻ്റെ ഹോം ടൂറാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഫുള്ളായിട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് വീടും പിന്നെന്താ നമ്മളിവിടെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മുടെ വീഡിയോ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പറമ്പാണ് കാണിച്ചു തരുന്നത്. ഒരു വലിയ പറമ്പിൽ ചുറ്റിലും സെൻട്രലായിട്ടാണ് കേട്ടോ നമ്മുടെ വീടുള്ളത്. പറമ്പിൽ 2 കുളമാണ് കേട്ടോ ഉള്ളത്. ഈ കുളം നമ്മൾ യൂസ് ചെയ്യാറില്ല, അവിടുത്തെ വെള്ളമൊന്നും എടുക്കാറുമില്ല, നമ്മൾ ഇങ്ങോട്ട് അങ്ങനെ വരാറുമില്ല. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള കുളത്തിലാണ് നമ്മൾ അവിടുത്തെ വെള്ളമൊക്കെ എടുക്കുക. പണ്ട് ഇവിടെ പാടായിരുന്നു എന്നാണ് കേട്ടോ മമ്മി പറഞ്ഞേക്കുന്നത്. അപ്പോൾ പാടായ സമയത്ത് പാടത്തേക്കൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കെട്ടിയ 2 കുളമാണ്, ആ കുളവും ഈ കുളവും. പക്ഷെ ഈ കുളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നീറ്റാക്കി വെക്കാറുണ്ട്. ഇതിപ്പോൾ ഈ പായലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. നമ്മൾ ഈ വെള്ളം യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ കുളിക്കാനൊക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം ഫുള്ളായിട്ട് നിറയും, അപ്പം ഞങ്ങൾ ഇറങ്ങാറുണ്ട്. പിന്നെ അതുപോലെ നമ്മളിവിടെ ഒരു മോട്ടർ കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വെള്ളത്തിന് വേണ്ടിയിട്ട്. ഇത് പായലിനല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ജോബിൻ ചേട്ടൻ പറഞ്ഞത് പായലല്ല, ഇത് പായൽ ടൈപ്പിൽ തന്നെ പെട്ടത്, പക്ഷെ ഇത് രസോളാന്നാണ് കേട്ടോ നമ്മൾ പറയുക. ഇത് മീനുകൾക്കൊക്കെ തിന്നാൻ കൊടുക്കും. അപ്പോൾ ഇത് എടുക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട്. ഇതാ ആ കുളത്തിലേക്ക് വീട് കിടക്കുന്ന ആ വെള്ള കളർ പൂ കണ്ടില്ല, അത് നമ്മുടെ മുല്ലയിൽ ടൈപ്പിൽ തന്നെ പെട്ട സൂചിമുല്ല എന്നാ ജോബിൻ ചേട്ടൻ പറഞ്ഞത്. നല്ല സ്മെല്ലാണ് കേട്ടോ. ഗായ്സ്, ഇതാണ് നമ്മുടെ ജാതി മരം. അപ്പോൾ ഇവിടെ കുറേ ജാതിക്കായൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പൊട്ടിക്കാം. അങ്ങനെ നമ്മൾ പറമ്പിലെ വിശേഷങ്ങളെല്ലാം കണ്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീട് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ടൈമായപ്പോൾ കുറച്ച് പെയിൻ്റ് അടിച്ച് കുറച്ച് മോഡിഫൈ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏകദേശം ഒരു 60 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. അങ്ങനെ ഇതൊരു മച്ചിട്ട വീടാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതാണ് നമുക്ക് ഹാള് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 4 ബെഡ്റൂമാണുള്ളത്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ പുറത്ത് 2 ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു റൂം കാണിച്ചു തരാം, അതായത് ഞങ്ങളുടെ റൂം കാണിച്ചു തരാം. ബാക്കി റൂമുകളെല്ലാം ഇതുപോലെ തന്നെ സെയിം ആണ്. ഇതാണ് കേട്ടോ ഒരു റൂം. ഇതിപ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു റൂമാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇത്. അതുണ്ട് ഇതാ ടോയ്ലറ്റ്. സെയിം 4 റൂമും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ എല്ലാ റൂമും അങ്ങനെ കയറി എടുത്തില്ല. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഈ ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ ഒരു സ്റ്റെപ്പ് ഉണ്ട് മേളിലേക്ക് നമുക്ക് കയറി പോകാനായിട്ട്. പിന്നെന്താ, അതുപോലെ തന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് ഒട്ടിച്ചതാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിക്കറാണ്. നമുക്ക് മേളിലേക്ക് പോയിട്ട് കണ്ടാലോ. അങ്ങനെ ഇതാ ഞാൻ മേളിലേക്ക് വയ്ക്കുമ്പോൾ മേളിൽ നമ്മളങ്ങനെ കയറി പോവാറൊന്നുമില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ വേണ്ടാത്ത കുറേ സാധനങ്ങളും അതും ഇതൊക്കെ കൊണ്ടുവയ്ക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഡ്രസ്സൊക്കെ മേളിൽ പോയിട്ട് വിരിച്ചിടണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും തേങ്ങ അതുപോലത്തെ കുരുമുളക് ആ സംഭവങ്ങളൊക്കെ ഉണക്കാൻ ടെറസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മേളിലേക്ക് കയറാറുള്ളൂ കേട്ടോ. മേളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെ അതേ നമ്മൾ മേളിലെത്തി കഴിഞ്ഞിട്ട് ഈ ഡോറ് തുറന്ന് പുറത്തെത്തുമ്പോൾ നമ്മൾ ടെറസിൻ്റെ മേളിലെത്തും. അവിടെ നിന്ന് താഴത്തേക്കുള്ള വ്യൂ ഇതാണ് കേട്ടോ. അപ്പോൾ ജോബിൻ ചേട്ടൻ പറഞ്ഞു ഇവിടെ നിന്ന് മാങ്ങ പൊട്ടിക്കാൻ നല്ല സുഖം. ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് മാങ്ങയും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാറ്. അപ്പോൾ ആളിത് ആ മാങ്ങ പൊട്ടിക്കുകയാണ്. പിന്നെന്താ, ഇപ്പോഴത്തെ മാങ്ങയൊക്കെ കുറഞ്ഞ് ഞങ്ങൾ കുറേ പൊട്ടിച്ചിട്ട്. അല്ലെങ്കിൽ സാധാരണ ഈ ടെറസിൻ്റെ മുകളിലേക്ക് മാവിൻ്റെ കൊമ്പ് നിൽക്കണോണ്ട് തന്നെ നന്നായിട്ട് പൊട്ടിക്കാൻ പറ്റും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് എത്തി. ഇതാണ് നമ്മുടെ കിച്ചൺ പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുക ഇപ്പോഴത്തെ സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ ആടിൻ്റെ കൂടുണ്ടായിരുന്നു, ഇപ്പോൾ ആടിനെയൊന്നും വളർത്തുന്നില്ല. പിന്നെ കോഴിയുടെ കൂടായാലും കോഴിയില്ല. ഇതാണ് പട്ടിയുടെ കൂട്. ഇത് ഞാൻ പിന്നെ കുറച്ച് പെയിൻ്റ് അടിച്ചിട്ട് നമ്മുടെ കിച്ചണിൽ വെച്ച സാധനങ്ങളാണ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ. പണ്ടത്തെ സ്റ്റൈലിലാണ് കേട്ടോ നമ്മുടെ ഈ വീടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരാം. ടാറ്റാ.